ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 19-ാം തീയതി 324-ാമത്തെ ദിവസത്തിലെത്തി. ഹന്നായ്ക്കൊപ്പമുള്ള പെനീനായുടെയും ഒക്കെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ പുലരി. ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെയും ബലങ്ങളൊക്കെയും ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്വയം പെറുക്കിയെടുത്ത ഇനങ്ങളാണ് എന്നൊരു മണ്ടൻ വിചാരം, അബദ്ധ വിചാരം നമ്മളിൽ എങ്ങനെയോ രൂപപ്പെടുന്നുണ്ട്. മക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ, വിവാഹം, വീട്, ഒരു ഉപജീവന മാർഗം, തൊഴില്, എന്തിന് ആരോഗ്യം, ഒടുവിൽ ആയുസ് പോലും. അതെ, എല്ലാ ഐറ്റങ്ങളും ഞാൻ സ്വാതന്ത്ര്യത്തോടെ പെറുക്കിക്കൂട്ടി സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നതാണ് എന്നൊരു ചിന്തയിൽ നിന്ന് പെനീന അല്ലെങ്കിൽ പെനീനമാർ ആരംഭിക്കുകയാണ്. അതൊരു വലിയ ദുരന്തത്തിൻ്റെ കൂടി ആരംഭമാണ്. ഒരു സ്വകാര്യ അഹങ്കാരത്തിലേക്ക് പോകുവാൻ പാകത്തില് ഇവിടെ മക്കളുടെ അമ്മയായ പെനീനായ്ക്ക് അങ്ങനെയാണ് സാധിച്ചത്. തങ്ങൾ തിരഞ്ഞെടുക്കാതെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന കുറെ അനുഭവങ്ങളില്ലേ, അങ്ങനെ എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനെയും കാണാൻ കഴിയാത്തത്? ശരിയായ ഒരു ദൈവബോധത്തിൻ്റെ അഭാവം, ആബ്സെൻസ് ആണ് ഇവിടെ സത്യത്തില് വില്ലനായി മാറുന്നത്. ദൈവം ദാനമായി തന്നതല്ലേ എല്ലാം, ഈ ജീവനും ജീവിതവും ഒപ്പമുള്ളവരും കൂടെ നേടിയതും എല്ലാം. പെനീന എന്ന അമ്മയും സ്ത്രീയും എങ്ങനെയായിരുന്നു വിചാരിക്കേണ്ടത്, സ്വന്തം ജീവിതത്തെ കാണേണ്ടത്, കൈക്കൊള്ളേണ്ടത്? ഏതാണ്ടൊരു ഊഹം നമുക്ക് പതിയെ വീണ് കിട്ടുന്നുണ്ട്. ഇന്നലെ കൊണ്ടും ഇന്നുകൊണ്ടും എന്തു ഭംഗിയാകുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവളുടെ ജീവിതം, നമ്മുടേതും. അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. ആരെയും പരിക്കേൽപ്പിക്കുവാനും നമുക്ക് അവകാശമില്ല. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വല്ലാതെ കൂടിപ്പോയ ബുദ്ധി കൊണ്ടാണല്ലോ പതിവായി ബൈബിൾ പോലും നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? വായിക്കും. വായിച്ചിട്ട് ചിലപ്പോൾ ഷെയറും ലൈക്കും ഒടുവിൽ 2 കമന്റും ഉറപ്പായും പാസ്സാക്കും. ഓ അതാ കൊരിന്തിലുള്ള കുറച്ച് തലതെറിച്ച വിശ്വാസികളോട് അവരെ മടുത്തിട്ട് പോള് പറഞ്ഞതാ. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എന്നാണ് ഈ പോളിന്റെ നെഞ്ചു പിളർക്കുന്ന ചോദ്യം. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു എന്നുകൂടി അടുത്ത ചോദ്യം വരുന്നുണ്ട്. ഇട്ടിട്ട് പോവത്തില്ലെങ്കിൽ 1-2 പോളിന്റെ ചോദ്യങ്ങൾ കൂടി ആയാലോ? ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ? നിങ്ങൾ സമ്പന്നരായെന്നാണോ? POC ബൈബിളിൽ നിന്നാണ് ഈ മലയാള പരിഭാഷ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ പിടികിട്ടി തുടങ്ങുന്നുണ്ട്. വളരെ എളുപ്പമാണ് പെനീനായിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനായിട്ട്. പരിസരത്ത് അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ വിളക്കുകൂടി ഒന്ന് ഊതിക്കെടുത്തിയാൽ മാത്രം മതി പെനീനായിലേക്ക് പൂർണ്ണമായ ഒരാൾക്ക് എത്തിച്ചേരാനായിട്ട്. ആ സങ്കട സാഹചര്യവും സാധ്യതയും കൂടി ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ആമേൻ.